ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യ വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475229077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ് നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ മാതൃകാ പദ്ധതികൾ നടപ്പാക്കുന്നു. വിഷൻ 2030 എന്ന പേരിലാണ് സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അറിയിച്ചു. പാർട്ടി പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP കൊല്ലം ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ആംഗിക അക്രമം, കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KIP കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് KSKTU നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി NR ബാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കുന്നു. വിഷൻ 2030 എന്ന പേരിലാണ് സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2030 പുനലൂരിനെ രൂപപ്പെടുത്താൻ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പദ്ധതികളാണ് 13ാം പഞ്ചവത്സര പദ്ധതിയിലും വിഭാവനം ചെയ്യുന്നത്. കേരളത്തിന് തന്നെ മാതൃകയാവും വിധമാവും വികസന കാഴ്ചപ്പാടുകൾക്കനുസൃതമായി വിഷൻ 2030 സമഗ്ര വികസന പദ്ധതി പുനലൂർ നഗരസഭ തയ്യാറാക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അറിയിച്ചു. 2030 പുനലൂരിനെ രൂപപ്പെടുത്താൻ വേണ്ടി അടുത്ത 5 വർഷക്കാലത്തേക്ക് 2017-22 നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന 13ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ സഹായത്തോടുകൂടി 2030 പുനലൂരിനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിഷൻ 2030 എന്ന് പറയുന്ന വിപുലമായ ഒരു വികസന പദ്ധതിക്ക് നഗരസഭ രൂപം കൊടുക്കുന്നത്. ഇത് വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിന്റെ വികസന പരിപ്രേക്ഷ്യം രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മുനിസിപ്പാലിറ്റി ഇതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള 8 ആളുകൾ ഉൾപ്പെടെ ഞങ്ങൾ 15 അംഗങ്ങളുള്ള ഒരു ആസൂത്രണ സമിതിക്ക് ആദ്യം രൂപം കൊടുത്തു. അതിലെ നമുക്കെല്ലാം അറിവുള്ളതുപോലെ ശബരിചക്ര ഹരിദാസ് സാറെ, പ്രൊഫസർ കൃഷ്ണൻകുട്ടി സാറെ,
റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രാമസ്വാമിപിള്ള സാറെ, അതേപോലെ തന്നെ IMA-ക്കെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ള ഡോക്ടർ RV അശോകൻ, പ്രിൻസിപ്പൽ ഫൈനാൻസ് കുറച്ച് വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഞങ്ങളുടെ റിട്ടയർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള മധു സാറെ, റിട്ടയർഡ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജിൽസൺ സാറെ, വിജയൻ നായർ സാറെ, പിന്നെ അതേപോലെ നബാർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന സുമാര സാറെ അടക്കം വിവിധ മേഖലകളിൽ മുനിസിപ്പാലിറ്റിയുടെ ആസൂത്രണ പ്രക്രിയയെ സഹായിക്കാൻ കഴിയുന്ന 8 വിദഗ്ധർ അടങ്ങുന്ന 15 അംഗങ്ങളുള്ള ഒരു ആസൂത്രണ സമിതിക്ക് നഗരസഭ ആദ്യമായിട്ട് ഞങ്ങൾ രൂപം കൊടുത്തു. ആ ആസൂത്രണ സമിതിയുടെ തന്നെ മേൽനോട്ടത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രവർത്തന പരിചയമുള്ള ആളുകളെ വെച്ച് ഞങ്ങൾ 16 വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് രൂപപ്പെടും. ഈ വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്നുണ്ടാക്കുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ നാളെ മുതൽ 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നടക്കുന്ന വാർഡ് സഭകളിൽ, വൻപിച്ച പൊതുജന പങ്കാളിത്തമുള്ള വാർഡ് സഭകളിൽ ഞങ്ങൾ ഈ വിഷൻ 2030 ആശയങ്ങൾ ചർച്ച ചെയ്യും, ബഹുജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ആ വാർഡ് സഭ യോഗം പൂർത്തിയാകുമ്പോഴേക്കും ഞങ്ങൾ വിവിധ മേഖലകളിലുള്ളവർ ഇതിന്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾ, അതേപോലെ തന്നെ പത്രപ്രവർത്തകർ, വിവിധ മേഖലകളിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പുനലൂരിൽ നിന്ന് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒട്ടേറെ സംഭാവന ഈ കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട്. അവർക്ക് അതേപോലെ തന്നെ ഒരു വാർഡ് സഭയിലൊന്നും എത്തിച്ചേരാൻ കഴിയാത്ത പുതിയ തലമുറയുണ്ട്. അവർക്കൊക്കെ വേണ്ടി പുനലൂർ municipality.in എന്ന് പറയുന്ന ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് രേഖപ്പെടുത്തി തരാൻ കഴിയുന്ന നിലയിൽ ഞങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വിഷൻ 2030 നടപ്പാക്കുന്നത് 2017-22 വർഷത്തിൽ വിപുലമായ പദ്ധതി രൂപീകരണത്തിന് ഫെബ്രുവരി 21 മുതൽ 26 വരെ നഗരസഭയിലെ 35 വാർഡുകളിലും ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി വാർഡ് സഭാ യോഗങ്ങൾ ചേർന്ന് നിർദ്ദേശ സമാഹരണം നടത്തും. www.punalurmunicipality.in എന്ന വെബ്സൈറ്റിലും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ഹോം പേജിലെ നിർദ്ദേശങ്ങൾ എന്ന ഓപ്ഷനിലൂടെ ഏതൊരാൾക്കും ഓൺലൈൻ മുഖേന വികസന പദ്ധതികളുടെ വിശദമായ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ നൽകാം. നഗരസഭാ ഓഫീസിൽ നേരിട്ടും വികസന നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്ന് കരട് വികസന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യും. മാർച്ച് 4-ന് ജനകീയ വികസന സെമിനാർ സംഘടിപ്പിക്കുമെന്നും നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അറിയിച്ചു. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. 2017-2018 വർഷം നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ മാർച്ച് 31-നകം തയ്യാറാക്കി അംഗീകാരം നേടി ഏപ്രിലിൽ പദ്ധതി നടപ്പാക്കലിന് തുടക്കം കുറിക്കും. പുനലൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും സമഗ്ര വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും വികസന പ്രവർത്തനങ്ങളുടെ പിൻബലമായി അണിനിരക്കാനും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ഓമനക്കുട്ടൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിന്റെ ശാപമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോൺഗ്രസ് പ്രസ്ഥാനം നശിച്ചാൽ വളരുന്നത് BJP എന്നും ഉമ്മൻചാണ്ടി. UDF മേഖലാ പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ കേരളത്തിനൊരു ശാപമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞവർ സൗമ്യ വധത്തിന്റെ പേരിൽ പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകത്തിന്റെ പേരിലൊക്കെ UDF-നെ കുറ്റപ്പെടുത്തിയവർ ഇന്ന് കേരളത്തിൽ എന്ത് നടക്കുന്നു? ഇന്ന് വരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള നിന്ദ്യവും നീചവുമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ നടക്കുന്നു. എല്ലാം ഭദ്രം. NK പ്രേമചന്ദ്രൻ MP നയിക്കുന്ന UDF മേഖലാ പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം പുനലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. UDF സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ ഓരോന്നായി LDF സർക്കാർ നിർത്തലാക്കി വരികയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നുകൊള്ളാം. ഇൻഷുറൻസ് പദ്ധതികളൊക്കെ നമുക്ക് പ്രായോഗികമായി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും കാരുണ്യ ബലവൻ ഫണ്ടും അതുപോലെ
മറ്റു പല സാമൂഹ്യക്ഷേമ പദ്ധതികളുമെല്ലാം ആവിഷ്കരിച്ചു. ഇന്നിപ്പോൾ അത് നിർത്തലാക്കാനാണ് ഇടതുമുന്നണി ഗവൺമെന്റിന് ഇവിടുത്തെ പാവപ്പെട്ടവരോട് സാധാരണക്കാരോട് താല്പര്യമുണ്ടെങ്കിൽ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികൾ നിർത്തലാക്കുകയല്ല, അതിനേക്കാൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിച്ചു. അവർക്കൊരു ജാള്യതയുണ്ട് UDF കൊണ്ടുവന്ന പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ. അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ നല്ല സമീപനമൊന്നുമല്ല. ഇനി അതുണ്ടെങ്കിൽ പോലും നിർത്താതെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പരിപാടി ആവിഷ്കരിക്കാൻ അതവർക്ക് സാധിക്കുന്നില്ല. കോൺഗ്രസ് പ്രസ്ഥാനം നശിച്ചാൽ വളരുന്നത് ഇടതുമുന്നണിയല്ല, അവിടെ വളരുന്നത് വർഗീയ പ്രസ്ഥാനമായ RSSും BJPയുമാണെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. നരേന്ദ്രമോദിയും പിണറായിയും മത്സരബുദ്ധിയോടെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് ജാഥ ക്യാപ്റ്റൻ കൂടിയായ NK പ്രേമേന്ദ്രൻ MP പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി 2.25 വർഷക്കാലം, കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ 3.25 വർഷക്കാലം മത്സരിക്കുന്നു. രണ്ടുപേരും ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും കേരളവും BJPയും CPMും പിണറായിയും നരേന്ദ്രമോദിയും മത്സര ബുദ്ധിയോടുകൂടി രാജ്യത്തിലെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെയെങ്കിലും 8 മാസത്തിന് മുമ്പ് ഇത്രയേറെ പ്രക്ഷോഭങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തിയിട്ടുണ്ടോ? നടത്താനുള്ള അമിതമായ താല്പര്യം കൊണ്ടല്ല, അമിതമായ ആവേശം കൊണ്ടല്ല, സമ്പത്തുണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാഞ്ഞ്, ഗതികേടില്ലാഞ്ഞ് ജനങ്ങൾ വെള്ളമില്ലാതെ, അരിയില്ലാതെ, പണമില്ലാതെ, പണിയില്ലാതെ, പെൻഷനില്ലാതെ ബെന്നി ബഹനാൻ പറഞ്ഞവസാനിപ്പിച്ചതുപോലെ ഭരണമില്ലാത്ത ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സർക്കാരിന്റെ നടപടികളെ വിമർശിച്ച അദ്ദേഹം പിണറായി സർക്കാരിന് പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, ആത്മാർത്ഥത കൂടി വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുനലൂർ നിയോജക മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി V സുരേന്ദ്രൻപിള്ള, UDF നേതാക്കളായ പാരതീപുരം ശശി, ബെന്നി ബെഹനാൻ, പുനലൂർ മധു, വാക്കനാട് രാധാകൃഷ്ണൻ, DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, കായിക്കര നജീബ്, AP ഷാജു, A യൂനസ് കുഞ്ഞ്, C മോഹൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തലച്ചർ അക്വഡേറ്റിൽ നിന്ന് ആരംഭിച്ച് ആയത്തുകോണത്ത് അവസാനിക്കുന്ന KIP കനാലിന്റെ 5 കിലോമീറ്ററോളം വരുന്ന സബ് കനാലിൽ കുരുമ്പേലിൽ ഭാഗത്ത് കനാലിന്റെ 2 കിണറുകളിലും മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നു. വെള്ളമെത്താത്തത് കാരണം പ്രദേശത്തെ കൃഷികൾ നശിക്കുന്നു. കുരുമ്പേലിൽ ഭാഗത്തെ കനാലിന്റെ 2 കിണറുകളും മാലിന്യങ്ങൾ മൂടി ആഴ്ചകളായി അടഞ്ഞുകിടക്കുകയാണ്. തന്മൂലം സബ് കനാലിന്റെ മറുഭാഗത്ത് വെള്ളം എത്തുന്നില്ല. ഇത് സമീപത്തെ കിണറുകൾ വറ്റാനും ഏലാകൾ ഉണങ്ങി നശിക്കാനും കാരണമായി. KIP അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. ഏകദേശം 20 ദിവസമായി ഈ സബ് കനാൽ തുറന്നിട്ട് നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ ഇവിടെ 2 കിണർ വഴി ആണ് ഈ വെള്ളം അടുത്ത ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ പോകുന്ന കിണറിന്റെ ഭാഗത്ത് അടഞ്ഞ് ഇലയും കരിയിലയും വേസ്റ്റും ഒക്കെ കൂടെ അടിഞ്ഞ് വെള്ളം അടുത്ത ഭാഗത്തേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരു കാരാപ്പള്ളി ഏലായ്ക്ക് മാത്രമേ ഈ തുറന്നു വിട്ടതുകൊണ്ട് പ്രയോജനമുള്ളൂ. മൂലംകുഴി, തെമ്പരെ വാതുക്കല്, ആറ്റുവര ഏല, താഴേപ്പുര ഏല, കോയിക്കല ഏല എന്നീ വടത്തിയറ ഏല എന്നീ ഏലകൾ കൂടെ ഇതിന്റെ ബാക്കി പ്രയോജനം വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം 10-200 വീടുകൾക്ക് കുടിവെള്ളം നേരിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. പിന്നെ പരോക്ഷമായിട്ടാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ കിണറുകളിൽ വെള്ളമാകുമ്പോൾ വന്ന് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ അതെല്ലാം മുട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും ഏലയിലെ കൃഷികൾ നശിക്കുന്നു. ഇഞ്ചി, വാഴ, ചേന, പയറ്, ഇവിടെ തന്നെ ഇതിപ്പോണ്ട് പയറിട്ട കർഷകർ ഒക്കെ നശിച്ച് ആകെ നാശമായിരിക്കുകയാണ്. അതുകൊണ്ട് അധികൃതർ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നാണ്. മാത്രമല്ല, കനാൽ നിറഞ്ഞൊഴുകി പ്രദേശത്തെ സഞ്ചാരയോഗ്യമായിരുന്ന റോഡും നശിച്ചു. പാറയും എല്ലാം കൊണ്ട് കയറ്റി അടുത്ത വീട്ടുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ആ റോഡ് ഈ കനാൽ നിമിത്തം മൊത്തം മുറിഞ്ഞ്
വേസ്റ്റായിട്ട് പോയിരിക്കുക. അത് മാത്രമല്ല ചാക്ക് മണ്ണ് നിറച്ച് ഞാൻ ഇട്ടിരിക്കുകയാണ് ഒരാൾക്ക് നടക്കാൻ വേണ്ടി. ആ ഗതികേടായിപ്പോൾ ഈ കനാൽ തുറന്നിട്ട് ഒരു നിവർത്തിയിലും വണ്ടി കൊണ്ടുപോകാനോ യാത്രക്കാർക്ക് പോകാനോ പറ്റാത്തൊരു സാഹചര്യം. 100 പേരുടെ ഒപ്പിട്ട് ഞാൻ എല്ലാ KIP-യിലും പഞ്ചായത്ത് ഓഫീസിലും കൊണ്ട് കൊടുത്തു. അതിൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്. അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ഇതിന് യാതൊരു അനക്കവും ഇതുവരെ ഇല്ല. കനാലിൽ വെള്ളമെത്താത്തത് കാരണം ഏകദേശം 100 ഹെക്ടറോളം കൃഷികൾ ഉണങ്ങി നശിച്ചിട്ടുണ്ട്. 100 കണക്കിന് കിണറുകളിലും വെള്ളമില്ലാത്ത അവസ്ഥയുമാണ്. ഈ ഒരു കംപ്ലൈന്റ് വന്നതിന് ശേഷം KIP-യിൽ പല പ്രാവശ്യം അവിടുത്തെ എഞ്ചിനീയറെ വിളിച്ചും പരാതിയുമായിട്ട് നാട്ടുകാർ സമീപിച്ചിട്ട് നാളിതുവരെയും ഇതിനൊരു അവരൊരു ഒരു പ്രവർത്തനം നടത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ച് KIP ഓഫീസ് പിക്കറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് അടിയന്തരമായി അവർ പരിഹരിച്ചില്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ KIP ഓഫീസ് പിക്കറ്റ് ചെയ്യുകയും സമര നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങുകയും ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ അഷ്ടമംഗലത്ത് നിന്നും 2 സജീവ CPM പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. പ്രദേശത്തെ പാർട്ടി നേതൃത്വത്തിന്റെ സംഘടനാ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും ഇവർ വ്യക്തമാക്കി. ദീർഘകാലമായി CPM-ൽ പ്രവർത്തിച്ചിരുന്ന ഇവർ അഷ്ടമംഗലം മേഖലയിലെ പാർട്ടി നേതൃത്വത്തിന്റെ സംഘടനാവിരുദ്ധ നിലപാടിൽ മനം നൊന്താണ് രാജിവെക്കുന്നതെന്ന് വ്യക്തമാക്കി. അഷ്ടമംഗലം മേഖലയിൽ, പുനലൂർ സൗത്ത് മേഖലയിൽ വളരെ നാളുകളായി, നിരവധി കാലങ്ങളിലായി ഞാൻ CPM-ന്റെ പുനലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് തൊളിക്കോട് വന്നപ്പോൾ മുതൽ അതിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടും പിന്നെ അതിന് മുന്നിട്ട് DYFIയുടെ വില്ലേജ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ആയിട്ടും എല്ലാം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടായി. ഇങ്ങനെ പ്രവർത്തിച്ചു വന്ന് ഞങ്ങൾ CPM-ൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള ഒരു വിവരം പ്രസിദ്ധീകരിച്ച്, നോട്ടീസിൽ പ്രസിദ്ധീകരിച്ച്, അത് മൊത്ത കാര്യങ്ങളും അതിനകത്ത് ഇന്ന് വരെ അഷ്ടമംഗലം പ്രദേശത്ത് സൗത്ത് മേഖലയിലെ ചില CPM-ന്റെ ചില നേതാക്കന്മാരുടെ കൂടെ തന്ത്രമെനയിൽ പ്രമാണിച്ച് ഞങ്ങളെയൊക്കെ അങ്ങ് ബലിയാടാക്കും. അതിൻ്റെ കാര്യങ്ങൾ മൊത്തം, ഇന്ന് വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഈ നോട്ടീസിൽ ഞങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതേ പ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഈ CPM വിടാൻ തീരുമാനിച്ചത്. CPM പുനലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായും പാർട്ടി അഷ്ടമംഗലം ബ്രാഞ്ച് സെക്രട്ടറിയായും കർഷക സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റായും കൺസ്യൂമർ ഫെഡ് CITU സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുള്ള ബിജുകുമാർ S, DYFI പുനലൂർ ഏരിയ കമ്മിറ്റി അംഗമായും CPM പാർട്ടി അംഗമായും പ്രവർത്തിച്ചിരുന്ന സൂരജ് നായർ എന്നിവരാണ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ 2 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പാർട്ടി നേതൃത്വം തയ്യാറായെന്നും ഇത്തരത്തിൽ പാർട്ടിയെയും മുന്നണിയെയും സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു പാർട്ടി നേതൃത്വമെന്നും ഇവർ ആരോപിച്ചു. പാർട്ടിയുടെ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നില്ലെന്നാരോപിച്ച് തങ്ങളെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും പാർട്ടി അണികൾക്കിടയിൽ തങ്ങൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതായും ഇവർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിരുവനന്തപുരം കിൻഫ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് കപ്സും സ്പോർട്സ് നെറ്റ്വർക്കിംഗ് നെതർലൻഡും സംയുക്തമായി പുനലൂരിൽ ആദ്യമായി യൂറോപ്യൻ ഫുട്ബോൾ പരിശീലന കളരി ആരംഭിക്കുന്നു. പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ UFA A ലൈസൻസ്ഡ് കോച്ചുമാരുടെ നേതൃത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ പരിശീലനം. 6 വയസ്സ് മുതൽ 19 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. GFCയുടെ വിവിധ പ്രോഗ്രാമുകളായ കപ്പ് സോക്കർ ലീഗ്, ഡിസ്ട്രിക്ട് ടീം, റെഗുലർ ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയുടെ ഭാഗമാകാൻ സുവർണാവസരം. ഏപ്രിലിൽ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലെവൽ 1 ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നെതർലൻഡിൽ തുടർ പരിശീലനത്തിന് അവസരം. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9072590001, 9072590002. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി.
ഇടിമണ്ണിക്കൽ ജുവല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. പാർട്ടി പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP ആഹ്വാനം ചെയ്ത കൊല്ലം ജില്ലാ ഹർത്താലിൽ അങ്ങിങ്ങിയ ആക്രമണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. BJPയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. കേരളത്തിലുടനീളം സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ കടക്കൽ മരണപ്പെട്ട നമ്മുടെ രവീന്ദ്രൻജി. ഞായറാഴ്ച BJP ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അങ്ങിങ്ങെ അക്രമ സംഭവങ്ങളുണ്ടായി. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലുമായി 4 വാഹനങ്ങൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. ഇതിൽ ഒരു വാഹനത്തിലെ യാത്രക്കാരനെ മുഖത്ത് പരിക്കേറ്റു. രാവിലെ 10ഓടെ പുനലൂർ തൊളിക്കോട് ശബരിഗിരി സ്കൂളിന് സമീപത്താണ് ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾക്ക് നേരെ വ്യാപകമായി കല്ലേറ് നടത്തിയത്. സംഭവത്തിൽ യാത്രക്കാരനായ കടവിൽ ജോയിയെ പരിക്കുകളോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലേറുമായി ബന്ധപ്പെട്ട് മഞ്ഞമൺകാല സ്വദേശി അജീഷ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മറ്റുള്ളവർക്കായി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC വളരെ ചുരുക്കം സർവീസുകൾ മാത്രമാണ് നടത്തിയത്. കവലകളിലെല്ലാം തന്നെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അലിമുക്കിന് സമീപം വാഹനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BMS നേതൃത്വത്തിൽ ഫാമിംഗ് കോർപ്പറേഷൻ ഹെഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന പ്രസിഡന്റ് T. രാജേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് മുന്നോടിയായി പ്രകടനവും സംഘടിപ്പിച്ചു. തൊഴിലാളികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം മാനം നഷ്ടപ്പെടാതെ താമസിക്കുവാനുള്ള അവസരം, അതിനുള്ള സംവിധാനം ഒരുക്കണം. ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ മാർച്ച് ഒരു സൂചനാ മാർച്ചാണ്. SFCK ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നടത്തിയ മാർച്ച് സൂചനാ മാർച്ചാണ്. അടുത്ത തവണ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പായും തലയാണയും ചട്ടിയും കരവൊക്കെ ഉണ്ടാകും. ഇതിനകത്ത് കയറി ഞങ്ങൾ താമസിക്കും. ഇവിടുത്തെ പണ്ട് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചിട്ട് പോയ സംസ്കാരം പകരുന്ന പ്ലാന്റേഷൻ മുതലാളിമാരുടെ ശിങ്കിടികളായിട്ടുള്ള അവിടുത്തെ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അരനിക്കത്തുകൊണ്ട് തോട്ടത്തിൽ കൂടി പാരായണം ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയുവാനുള്ളത്, നിങ്ങൾക്ക് മാനമില്ലായിരിക്കാം, മാനമുള്ള
ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിലെ ഈ കൊച്ചു ഭൂമിയിൽ പ്ലാന്റേഷൻ മേഖലയിൽ ആണ് ഞങ്ങൾ പണിയെടുക്കുന്നുള്ളതുകൊണ്ട് അരനീക്കൽ ഇട്ടുകൊണ്ട് തോട്ടത്തിൽ കൂടെ സഞ്ചരിക്കുന്നു. അരനീക്കൽ ഇട്ടുകൊണ്ട് തോട്ടത്തിൽ കൂടെ സഞ്ചരിക്കുന്ന മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ അരനീക്കലിട്ടുകൊണ്ട് പോയി ശീലിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മാനം മര്യാദയായിട്ട് ജീവിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണം. പ്ലാന്റേഷൻ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലയൻ കൊടുക്കേണ്ടത്, ക്വാർട്ടേഴ്സ് കൊടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നാണ് മുതലാളി പറയുന്നത്. മുതലാളിയുടെ കടമയാണെന്നാണ് സർക്കാർ പറയുന്നത്. എന്താണ് അർത്ഥം? രണ്ടും ഒന്ന് തന്നെയാണ്. തോട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തോട്ടം മാനേജ്മെന്റ് ഓഫീസിലേക്ക് നടത്തിയ സൂചനാ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുച്ഛമായ കൂലി മാത്രമാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. 2015 ജനുവരി മുതൽ ലഭിക്കേണ്ട ശമ്പള വർധനവ് തടഞ്ഞുവെക്കുന്നു. ഒറ്റമുറിയിൽ താമസിക്കേണ്ട ഗതികേടിലാണ് തൊഴിലാളി കുടുംബങ്ങളെന്നും ഈ അവഗണന അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം അറിയിച്ചു. വാസയോഗ്യമായ വീടുകൾ അനുവദിച്ചു നൽകിയില്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫീസുകൾ കയ്യേറി താമസം ആരംഭിക്കുമെന്ന് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ മോഹനൻ പറഞ്ഞു. പ്ലാന്റേഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് GC കണ്ണൻ അധ്യക്ഷത വഹിച്ചു. മാർച്ചിന് ശേഷം നടന്ന ധർണയിൽ മേഖലാ സെക്രട്ടറി സുരേഷ് മോഹൻ, പ്രസിഡന്റ് റെജി നായർ, പ്ലാന്റേഷൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി N ശശി, രാജേന്ദ്രൻ മാങ്കോട്, ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് KSKTU നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. KIP കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം നൽകുക, ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KSKTU നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പുനലൂർ താലൂക്ക് ഓഫീസിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മാർച്ച് ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. പകലും മുഴുവൻ വാനപറ്റത്ത് മനസ്സമാധാനത്തോടു കൂടി കൊണ്ട് കരയയക്കുവാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള നിവാസികളാണ്. തുടർന്ന് നടന്ന ധർണ KSKTU സംസ്ഥാന ജനറൽ സെക്രട്ടറി NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. വീടില്ലാത്തവർക്ക് വീട് നൽകിക്കൊണ്ട് ഇടമില്ലാത്തവരില്ലാത്തവരുടെ നാടാക്കി കേരളത്തെ മാറ്റും. നമ്മുടെ ഗവൺമെന്റ് പറ്റാവുന്ന കാര്യം പറയാറുള്ളൂ, പറഞ്ഞ കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു LDF അധികാരത്തിൽ വന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, ഭക്ഷണത്തൊഴിലാളി പെൻഷനടക്കം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായും കുടിശ്ശിക തീർത്ത് മാസം 1000 രൂപയായി വർദ്ധിപ്പിച്ച് ഓണത്തിന് മുമ്പ് ബാങ്കിലേക്ക് ഓടിക്കാതെ വീടുകൾ എത്തിച്ചു കൊടുക്കുന്ന പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് നടപ്പിലാക്കിയില്ലേ. ഓണത്തിന് മുമ്പ് എല്ലാ പാവപ്പെട്ടവരുടെ വീടുകളിലും സഹകരണ സംഘത്തിലെ ജീവനക്കാർ 1000ന്റെ നോട്ടുകളുമായിട്ട് ഇങ്ങനെ വന്നപ്പോ പല്ലില്ലാത്ത അച്ചാച്ചന്മാരും അച്ചമ്മമാരും 1000ന്റെ നോട്ടുകൾ നോക്കി ഇങ്ങനെ പല്ലില്ലാത്ത തൊണ്ട് കാണിച്ച് ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ? 37 ലക്ഷം കുടുംബങ്ങൾക്കാണ് സഖാക്കളെ 3800 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത്. സമരസമിതി പ്രസിഡന്റ് R സജീവൻ അധ്യക്ഷത വഹിച്ചു. സമരസമിതി സെക്രട്ടറി R ശ്രീനിവാസൻ സ്വാഗതം ആശംസിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, KSKTU നേതാക്കളായ B രാഘവൻ, PA എബ്രഹാം, CPM ഏരിയ സെക്രട്ടറി S ബിജു, രാമൻകുട്ടി, KSKTU ജില്ലാ പ്രസിഡന്റ് വിശ്വസേനൻ, MA മുഹമ്മദ്, C തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ ശാസ്താംകോണം ADSന്റെ 18ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ നെൽസൺ സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വയോജന സൗഹൃദ നഗരസഭയാക്കാനും സ്ത്രീ സൗഹൃദ നഗരസഭയാക്കാനും 2 പദ്ധതികൾ ഞങ്ങൾ ഇപ്രാവശ്യത്തെ
ഒരു കാര്യത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ കൗൺസിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ചെറുതും വലുതുമായ കാര്യങ്ങളിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്നത് കുടുംബശ്രീ പ്രസ്ഥാനത്തിനാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ വെള്ളമില്ല, നമുക്ക് ഒരുപാട് ജീവിത പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഈ പ്രതികൂലമായ സാഹചര്യത്തിലും നമുക്കൊരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും പുലിയോട്ടുമല കുടിവെള്ള പദ്ധതിയിൽ നിന്നും കുറച്ച് വെള്ളം പുനലൂരിൽ എത്തിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ഈ മാസം 15-ാം തീയതി കൂടി കണക്ഷൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തായാലും ഈ 28 കൂടി കണക്ട് ചെയ്യും. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ പിന്നെ ചില അപകടങ്ങളുണ്ട്. കണക്ട് ചെയ്താൽ ഈ 35 വർഷം പഴക്കമുള്ള പൈപ്പ് ഇത് താങ്ങുമോ, വെള്ളം വരാനുള്ള പൈപ്പ് താങ്ങുമോ എന്നൊക്കെയുള്ള പ്രതിസന്ധിയുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ഈ വർഷം അത് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലെങ്കിലും പൈപ്പിനൊക്കെ ഡാമേജ് വെച്ചാലും 3-4 മാസം കൂടുതൽ എടുത്താലും ഈ ശാസ്താംകോളത്ത് ഉൾപ്പെടെ പൈപ്പിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. അത് ഒരു 50% വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ വരുന്ന സമയം വരെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കാം. ഇപ്പൊ കൊണ്ടുവരുന്നത് തികഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം നമുക്ക് വാഹനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുക. പത്മ വിജയൻ സ്വാഗതം ആശംസിച്ചു. വസന്തകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി വിശിഷ്ടാതിഥിയായിരുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലളിതമ്മ, കൌൺസിലർമാരായ സുശീല രാധാകൃഷ്ണൻ, സുജാത, CDS ചെയർപേഴ്സൺ തസ്ലിമ ജേക്കബ്, മുൻ നഗരസഭാ കൌൺസിലർ ജലജകുമാരി, CDS മെമ്പർ EK ഷേർലി, CDS അക്കൌണ്ടന്റ് സജിത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ. പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ മാതൃകാ പദ്ധതികൾ നടപ്പാക്കുന്നു. വിഷൻ 2030 എന്ന പേരിലാണ് സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അറിയിച്ചു. പാർട്ടി പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP കൊല്ലം ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ആംഗിക അക്രമം, കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KIP കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് KSKTU നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി NR ബാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്,
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആവണീശ്വരം നെടുവന്നൂർ താന്നിയപ്പൻകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 2017 ഫെബ്രുവരി 27 തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് 8 തീയതി ബുധനാഴ്ച വരെ മഹാശിവപുരാണ യജ്ഞം നടക്കും. പ്രശസ്ത യജ്ഞാചാര്യൻ കൊയ്പ്പള്ളി ശശി പാവുമ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫെബ്രുവരി 27 വൈകിട്ട് 6:15 മേൽശാന്തി ഗോപൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി വെട്ടിക്കവല കോക്കുളത്തുമഠത്തിൽ ബ്രഹ്മശ്രീ മാധവര് ശംഭുപോറ്റി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഭക്തസഹസ്രങ്ങൾക്ക് സായുജ്യമേകി മഹാശിവപുരാണ യജ്ഞത്തിന് തുടക്കമാകും. വരൂ, ഈ ആത്മീയ അനുഭവത്തിൽ പങ്കാളിയാകൂ.